നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. പട്ടത്ത ശുശ്രൂഷയിൽ 53 വർഷം പൂർത്തിയാക്കി മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ പുലാത്തീനിൽ എത്തി ബൊക്കെ നൽകി മെത്രാപ്പോലിത്തയെ ആദരിച്ചു. പ്രാർത്ഥനാപൂർവം സഭയുടെ ആശംസകൾ നേരുകയും ചെയ്തു. 1972 ജൂൺ മാസം 24-ാം തീയതിയാണ് മെത്രാപ്പോലിത്ത ഷമ്മാശ ശുശ്രൂഷയിൽ പ്രവേശിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ആസക്തിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ കഴിഞ്ഞ ആഴ്ച സഭയായി ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയും സഭയുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പദയാത്രകൾ, തെരുവ് നാടകം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ തുടങ്ങിയവ സംഘടിപ്പിക്കുകയും ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിലും വിവിധ പരിപാടികൾ ഒരുക്കി. സഭ ഒന്നടങ്കം ലഹരി ആസക്തിക്കെതിരെ പോരാടാൻ സമർപ്പിതരാകണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ആഹ്വാനം ചെയ്തു. ലഹരി വസ്തുക്കളുടെ ലഭ്യതയും ഉപയോഗവും ഭയാനകമാം വിധം വർദ്ധിച്ചു വരുന്നു. ഈ അപകടാവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും നാശത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും സഭ പ്രതിജ്ഞാബദ്ധമാണ് എന്നും മെത്രാപ്പോലിത്ത ഇടവകൾക്ക് അയച്ച സർക്കുലറിൽ പറഞ്ഞു. പ്രവർത്തന രംഗങ്ങളുടെ മാറി നിൽക്കുവാനായിട്ട് ഇടയാവരുത്. നിങ്ങൾക്കെല്ലാം ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഒരു അംഗീകാരമുണ്ട്, ഒരു ഇടമുണ്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതായിട്ടുള്ള ഒരു അവസരമായിട്ടത് തീരണം. ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സാധ്യതയോടുകൂടിയാണ്. വായനയാണ് ലഹരി എന്ന സന്ദേശത്തോടെ മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീളുന്ന ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വായന പോലെയുള്ള സർഗാത്മകമായ ഒരു ലഹരിയിലേക്ക് അവരെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ തിരുവല്ല മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. വ്യക്തികളെയും കുടുംബങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ലഹരി വിപത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് സഫ്രഗൻ മെത്രാപ്പോലിത്ത പറഞ്ഞു. ആരാണ് മാനിക്കപ്പെടുന്നത്? സമ്പന്നനാണ് മാനിക്കപ്പെടുന്നത്. അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ട് ലോകത്തിൽ? അത് സമ്പന്നനാകുന്നതിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ കുറേ കാശുണ്ടാക്കാം. ആരുടെ കഴുത്തറുത്താലും വേണ്ടില്ല, ഏത് മാർഗത്തിലൂടെ അതിൻ്റെ ഒരു പങ്ക് വള്ളിക്ക് കൊടുക്കാം. വളരെ സന്തോഷം. ഈ ഒരു ധാരണ ക്ലാസ് റൂമുകളിലും ഒരുപക്ഷെ സെൻട്രൽ സ്കൂളിലും എല്ലാം കുട്ടികളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് പറ്റി. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവേൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈൻ എൻ ജേക്കബ് പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. മലയാലപ്പുഴ നവജീവൻ ഡി അഡിക്ഷൻ സെന്റർ ടീം അംഗങ്ങൾ കാഹളം മുഴങ്ങട്ടെ എന്ന തെരുവ് നാടകം അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അനിത സൂസൻ വർഗീസ്, വിക്ടർ ടി തോമസ്, സ്കൂൾ വൈസ് പ്രസിഡന്റ് റവറൻ സുനിൽ ചാക്കോ, റവറൻ റെജി യോഹന്നാൻ, സൂസൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. വെൺമണി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലും കൊഴുവല്ലൂർ മാർത്തോമ UP സ്കൂളിലും ബോധവൽക്കരണ പരിപാടികൾ നടന്നു. വെൺമണി പഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 100 സ്കൂളുകളിൽ സർക്കാർ ഏജൻസികൾ, വകുപ്പുകൾ, മാധ്യമങ്ങൾ, ഗ്രന്ഥശാലകൾ, പ്രാദേശിക സാമൂഹിക പ്രവർത്തകർ, യുവാക്കൾ, പ്രാദേശിക സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവരെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ പരിപാടികളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡയറക്ടർ റവറൻ ഷിബു സാമുവേൽ അറിയിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ യാതൊരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയില്ല എന്നും വായനയെ ലഹരിയായി സ്വീകരിക്കുമെന്നും ഇതിനാൽ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു.
മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് തലമുറകളെ വീണ്ടെടുക്കണമെന്നും ഈ വിപത്തിനെതിരെ സഭയും സമൂഹവും ഒന്നിച്ച് പോരാടണമെന്നും കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രാപ്പോലിത്ത. മാർത്തോമാ സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പൊരുതാം ലഹരിക്കെതിരെ എന്ന പരിപാടി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ബാറുകൾക്ക് ലൈസൻസ് നൽകുന്ന നടപടികളിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞ് മാതൃക കാട്ടണമെന്നും മെത്രാപ്പോലിത്ത ആവശ്യപ്പെട്ടു. ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് എ മാത്യു അധ്യക്ഷത വഹിച്ചു. റവറൻ ഏബ്രഹാം പി ഏബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. ട്രഷറർ അനീഷ് കുന്നപ്പുഴ, മിഷൻ ടു സ്കൂൾസ് കൺവീനർ സൂസൻ തോമസ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ ലിനോജ് ചാക്കോ, എബി തോമസ്, സി തോമസ്, പ്രിൻസിപ്പാൾ ബിന്ദു പി തോമസ്, എ വി ജോർജ്, ആനംസ് ഡയറക്ടർ ജോർജി എബ്രഹാം, സുനിൽ മറ്റത്ത്, അനീഷ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ സഭയിൽ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഷമ്മാശ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നവരുടെ നിയോഗ ശുശ്രൂഷകൾ ജൂലൈ 4 പൂർത്തിയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ കുമ്പനാട് മാർത്തോമാ വലിയ പള്ളിയിലും അടൂർ ഇമ്മാനുവേൽ മാർത്തോമാ പള്ളിയിലും കൈതക്കുഴി മാർത്തോമാ പള്ളിയിലും നടന്ന പട്ടംകുട ശുശ്രൂഷയിൽ 9 പേർ ഷമ്മാശ ശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത, ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് എപ്പിസ്കോപ്പ, സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, മാത്യൂസ് മാർ സറാഫീം എപ്പിസ്കോപ്പ എന്നിവർ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികരായി. ഡീക്കൻ അലൻ തോമസ്, ഡീക്കൻ ഡേവിസ് ജോസഫ് ഉമ്മൻ, ഡീക്കൻ ഡോണി മാത്യു തോമസ്, ഡീക്കൻ ജോബിൻ ടി എബ്രഹാം, ഡീക്കൻ ഡിബിൻ ഡി സജി, ഡീക്കൻ ജിഷോ കെ ദാനിയേൽ, ഡീക്കൻ പ്രിൻസ് ജെയിംസ്, ഡീക്കൻ സന്തോഷ് ജോൺ, ഡീക്കൻ ജോബിൻ ജോസ് എന്നിവരാണ് ഷമ്മാശ ശുശ്രൂഷയിൽ പ്രവേശിച്ചത്. ജൂലൈ 2 കിടങ്ങന്നൂർ സെന്റ് തോം പള്ളിയിലും 3 റാന്നി ക്രിസ്തോസ് പള്ളിയിലും 4 പനുവേലി ബെദേൽ പള്ളിയിലും നിയോഗ ശുശ്രൂഷകൾ നടത്തും. ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ എന്നിവർ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർത്തോമ മാനവസേവാ അവാർഡ് ഉൾപ്പെടെ വിവിധ അവാർഡുകൾക്ക് സഭാ അംഗങ്ങളിൽ നിന്ന് നാമനിർദ്ദേശവും അപേക്ഷകളും ക്ഷണിച്ചു. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഇക്കൊല്ലം മാനവസേവാ അവാർഡ് നൽകുന്നത്. 20 വർഷമെങ്കിലും ഈ മേഖലയിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം. 5 ഏക്കറിൽ താഴെ ഭക്ഷ്യ വിളകൾ, മറ്റ് കൃഷികൾ ചെയ്യുന്ന ചെറുകിട നാമമാത്ര കർഷകരെയാണ് കർഷക അവാർഡിന് പരിഗണിക്കുക. കായിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കുള്ള കായിക അവാർഡ്, മാർത്തോമ ഹരിത അവാർഡ്, സെമിത്തേരി സംരക്ഷണ അവാർഡ് എന്നിവയ്ക്കും അപേക്ഷിക്കാം. മാർത്തോമ സഭ അംഗങ്ങളിൽ ഡോക്ടറൽ ബിരുദം നേടിയവർക്കും റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികൾക്കും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ മാർത്തോമ സഭ അംഗങ്ങൾക്ക് നൽകുന്ന മെറിറ്റ് അവാർഡുകൾക്കും സുവിശേഷ പ്രവർത്തന ഫലമായി രൂപീകൃതമായ മാർത്തോമ സഭ അംഗങ്ങളിൽ SSLCക്ക് ഉന്നത വിജയം നേടിയവർക്കുമുള്ള SSLC അവാർഡുകൾക്കും അപേക്ഷ നൽകാം. പുസ്തക രചയിതാക്കൾക്ക് നൽകുന്ന മാളിയേക്കൽ MC ജോർജ് അച്ഛൻ മെമ്മോറിയൽ പ്രൈസ്, റവറൻ മാത്യു തോമസ് വട്ടക്കോട്ടാൽ മെമ്മോറിയൽ പ്രൈസ്, ആത്മായർക്ക് നൽകുന്ന സാഹിത്യ അവാർഡ് എന്നിവയ്ക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ, നിർദ്ദേശങ്ങൾ, അനുബന്ധ രേഖകൾ സഹിതം ജൂലൈ 30 സഭാ സെക്രട്ടറി, മാർത്തോമ സഭ ഓഫീസ്, തിരുവല്ല എന്ന വിലാസത്തിൽ നൽകണം. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന നേതൃത്വത്തിൽ എറണാകുളം, കീഴില്ലം, മൂന്നാർ സെന്ററുകളിലെ വികാരിമാർ, ഇടവക വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ആത്മായ ശുശ്രൂഷകർ എന്നിവരുടെ യോഗം കളമശ്ശേരി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സഭാ ഫിനാൻസ് മാനേജർ റവറൻ സുബിൻ സാം ക്ലാസ് എടുത്തു. വികാരി ജനറൽ വെരി റവറൻ സാംസൺ M ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് നിരണം മാരാമൺ ഭദ്രാസന വാർഷിക പൊതുയോഗവും
പുതിയ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. വാരിക്കാട് സെഹിയോൻ മാർത്തോമ പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി റവറൻഡ് തോമസ് മാത്യു ധ്യാന പ്രസംഗം നടത്തി. ചിന്തിക്കാം, തയ്യാറെടുക്കാം, നല്ല വാർദ്ധക്യത്തിനായി എന്ന വിഷയത്തിൽ ഉമ്മൻ റേ വർഗീസും ആരോഗ്യ സംരക്ഷണവും യോഗയും എന്ന വിഷയത്തിൽ ജോമി തോമസും ക്ലാസ് എടുത്തു. വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക്, ബഡ്ജറ്റ്, ഇയർ പ്ലാൻ എന്നിവ പാസാക്കി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത്, മലയാലപ്പുഴ നവജീവൻ കേന്ദ്രം, ഇടക്കുളം ഗുരുകുലം സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റാന്നിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻഡ് തോമസ് കോശി പനച്ചുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി കോശി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോൺ എബ്രഹാം, റവറൻഡ് റെജി യോഹന്നാൻ, അഞ്ജന റെജി, ഷേർലി ജോൺ, മാനസ് രാജു എന്നിവർ പ്രസംഗിച്ചു. സംഘനൃത്തം, തെരുവ് നാടകം, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.